ഹലോ എവരിവൺ, ഏണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു, ജാനുവരിയിലായിരുന്നു നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോൾ അതിൻ്റെ എക്സാം ഡേറ്റ് എന്നായിരിക്കും, പഠിച്ചു തുടങ്ങാൻ എന്തൊക്കെ ചെയ്യണം, എവിടുന്ന് തുടങ്ങണം എന്നൊക്കെ ഉള്ള കുറേ ഡൗട്ട്സ് നമ്മുടെ സ്റ്റുഡൻസ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഇനിയും പഠിച്ചു തുടങ്ങാത്തവർക്ക് എങ്ങനെ പഠിച്ചു തുടങ്ങാം, അതേപോലെ ഗ്രൂപ്പ് ഡിയുടെ എക്സാം പാറ്റേൺ എന്താണ് എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ പറഞ്ഞ പോലെ 22/1/2025 അതിൻ്റെ ആപ്ലിക്കേഷൻ ക്ലോസിംഗ് ഡേറ്റ് ഫെബ്രുവരി 22 ആയിരുന്നു. അതേപോലെ നമ്മുടെ ഈ ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് ലെവൽ 1 പോസ്റ്റാണ് വരുന്നത്. നമുക്ക് ടോട്ടൽ വേക്കൻസീസ് വന്നത് 32,438 വേക്കൻസി ആയിരുന്നു ഗ്രൂപ്പ് ഡിക്കായിട്ട് നോട്ടിഫിക്കേഷൻ ടൈമിൽ വന്നത്. അപ്പോൾ നമുക്ക് ഇനിയും വേക്കൻസി കൂടാം എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം 2024 നോട്ടിഫിക്കേഷൻ വന്ന ഒട്ടുമിക്ക എക്സാംസിൻ്റെ വേക്കൻസീസ് അവർ ഇൻക്രീസ് ചെയ്തിരുന്നു. നമുക്ക് ഗ്രൂപ്പ് ഡിക്കും ഒരു വേക്കൻസിയിൽ ഒരു ഇൻക്രീസ് ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതേപോലെ ഇനിഷ്യൽ പേ വരുന്നത് 18,000 രൂപയാണ്. അത് നിങ്ങൾക്ക് ബേസിക് പേ ആണ്. അതിൻ്റെ കൂടെ നമുക്ക് കുറേ അലവൻസസ് ഉണ്ട്. അപ്പോൾ കൂടാതെ മാത്രമല്ല 2026 8th പേ കമ്മീഷൻ ഔട്ട് ആവുകയാണ്. അപ്പോൾ നമ്മുടെ സാലറിയിൽ തന്നെ നല്ലൊരു ഹൈക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം ഏജ് ലിമിറ്റ് വന്നിരുന്നത് 18 മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കായിരുന്നു ഈ ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഗ്രൂപ്പ് ഡി എക്സാമിന് നമ്മൾ ആദ്യമേ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു എക്സാമാണ്, CBT-1. ഗ്രൂപ്പ് ഡിയുടെ ഒരു പ്രത്യേകതയാണ്, ഒരു സ്റ്റേജ് എക്സാം മാത്രമേ ഉള്ളൂ ഗ്രൂപ്പ് ഡിക്ക്, അതായത് CBT-1. നമ്മൾ CBT എക്സാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണ്. പിന്നീട് വരുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെയാണ് ഈ നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ പ്രോസസ്സുകൾ പോകുന്നത്. നമ്മുടെ സെലക്ഷൻ പ്രോസസ്സ് പോകുന്നത് അങ്ങനെയാണ്. CBT എക്സാം, പിന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, പിന്നീട് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, പിന്നെ മെഡിക്കൽ എക്സാമിനേഷൻ. അങ്ങനെ 4 സ്റ്റേജിലൂടെയാണ് നമ്മൾ ഫൈനലി നമ്മുടെ റാങ്ക് ലിസ്റ്റിൽ എത്തിപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ എക്സാം എന്നുണ്ടാവും, ഈ നമ്മൾ ജനുവരിയിൽ അപ്ലൈ ചെയ്ത പോസ്റ്റാണ് ഗ്രൂപ്പ് ഡി. അപ്പം എക്സാം വരേണ്ട ടൈം ആയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നവരാകും നമ്മളിൽ കൂടുതൽ പേരും. നമുക്കറിയാം, ഗ്രൂപ്പ് ഡിക്ക് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്ന NTPCയുടെ എക്സാം ഇതുവരെ നടന്നിട്ടില്ല. അതേപോലെ SSC എല്ലാ വർഷവും എക്സാംസ് കണ്ടക്ട് ചെയ്യുന്ന കാര്യം നമുക്കറിയാം. അപ്പോൾ നമ്മുടെ SSCയുടെ എക്സാമിൻ്റെ ഡേറ്റ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. നമുക്ക് CGL നടക്കാനുണ്ട്, CHSL, അങ്ങനെ കുറച്ച് എക്സാംസ് നടക്കാനുണ്ട്. അപ്പോൾ അത് ജൂൺ ജൂലൈ മാസങ്ങളിലായിരുന്നു അവർ ഫസ്റ്റിലെ പബ്ലിഷ് ചെയ്ത കലണ്ടറിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ പിന്നീട് അതിലൊരു ചേഞ്ച് ഉണ്ടാവുന്നുണ്ടെന്ന് അവർ തന്നെ അറിയിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെയൊക്കെ ഡേറ്റ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രൂപ്പ് ഡി എക്സാം കാണുകയുള്ളൂ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ മുന്നിൽ നല്ലൊരു സമയം, ഒരു 3 മാസത്തോളം നമ്മുടെ മുന്നിൽ ഇനിയും ഉണ്ടെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഗ്രൂപ്പ് ഡിക്കായിട്ട് ഒട്ടും പഠിച്ചു തുടങ്ങാത്തവർക്ക് പോലും, ഒരു തുടക്കക്കാർക്ക് പോലും ഇപ്പോൾ പഠിച്ചു തുടങ്ങിയാലും നമുക്ക് റാങ്ക് ലിസ്റ്റിൽ എത്താവുന്നതേ ഉള്ളൂ. അപ്പം അതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ മുന്നിലൊരു 3 മാസത്തെ സമയമുണ്ട് എന്ന് കണ്ട് നമ്മൾ അതിനായിട്ടൊരു ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങണം. അപ്പം നമുക്കറിയാം, നമുക്ക് ഗ്രൂപ്പ് ഡി എന്നൊരു ലക്ഷ്യം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് എത്രത്തോളം സമയം കിട്ടും പഠിക്കാൻ എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയൂ. അപ്പോൾ മറ്റൊരാൾ തരുന്ന ടൈം ടേബിൾ വെച്ചിട്ട് നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോരുത്തരുടെയും സാഹചര്യം, ചിലർ ജോലി ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ടാവും, ചിലർ അല്ലാണ്ട് വേറെ എന്തെങ്കിലും കോഴ്സുകൾക്ക് പഠിക്കുന്നവരുണ്ടാവും. അപ്പം ഓരോരുത്തരുടെയും ടൈം ഡിഫറെൻ്റ് ആണ്. അപ്പം അവരവരായിട്ട് സ്വന്തമായിട്ട് തന്നെ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. ഒരു ദിവസത്തിൽ ഇത്ര മണിക്കൂർ എനിക്ക് പഠിക്കാൻ സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഫസ്റ്റിലെ അറിയേണ്ട വേറൊരു കാര്യമുണ്ട്, സിലബസ് എന്താണെന്ന്. നമ്മുടെ ഗ്രൂപ്പ് ഡിയുടെ സിലബസ് കംപ്ലീറ്റ് നമ്മളൊന്ന് മനസ്സിലാക്കുക. ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട്, ഏതൊക്കെ ഏരിയാസ് ആണ് ഞാൻ വീക്കായിട്ടുള്ളത്, ഏതൊക്കെ ഏരിയാസിൽ എനിക്ക് കുറച്ച് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ നമ്മൾ സിലബസ് ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പം നമുക്ക് വീക്കായിട്ടുള്ള ഏരിയാസിൽ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനും, അതേപോലെ നമുക്ക് അറിയാവുന്ന സബ്ജക്ട്സിന് ടൈം കുറച്ച് മതിയല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുക, സിലബസ് മനസ്സിലാക്കുക. പിന്നീട് വേണ്ടത് സിലബസ് ഫുള്ള് കവർ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ PYQs കൂടി ചെയ്തു പോകാൻ ശ്രമിക്കണം. കാരണം റെയിൽവേ മിക്ക എക്സാംസിലും പ്രീവിയസ് ഇയറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതേ മോഡലിൽ അതേ പാറ്റേണിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ PYQs ഒരു സെക്ഷൻ പഠിച്ചു കഴിയുമ്പോൾ അതിൽ നിന്ന് വന്നിട്ടുള്ള നേരത്തെ ചോദിച്ചിട്ടുള്ള PYQs ഒക്കെ എടുത്തു വെച്ച് പഠിക്കുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് കിട്ടുകയും അപ്പോൾ നമുക്ക് ഒരു ഏരിയയിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളൊരു ഐഡിയ ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പം ഫസ്റ്റ് ടൈം ടേബിൾ സെറ്റ് ചെയ്യുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഒരു സിലബസ്, നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കുക, അത് സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കുക. അതിൻ്റെയോടൊപ്പം നമ്മൾ PYQs പഠിക്കുക.
PYQs പഠിക്കുമ്പോൾ നമുക്ക് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്നൊക്കെയുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടും. പിന്നീട് വരുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്, അത് പ്രാക്ടീസ് ആണ്. നമ്മളിപ്പോൾ ഇന്നൊരു മാത്സ് ടോപ്പിക്ക് പഠിച്ചു, ഞാനത് പഠിച്ചു എന്ന് വിചാരിച്ചത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞ് അത് നോക്കി കഴിയുമ്പോൾ നമുക്കത് ചെയ്യാൻ ചിലപ്പോൾ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ചെയ്യാൻ പറ്റേ എന്ന് വരണമെന്നില്ല. അപ്പോൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് എത്രത്തോളം നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നോ അത്രത്തോളം നമ്മൾ പെർഫെക്റ്റ് ആവും. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഹോളിൽ ആ സ്പീഡിൽ ആ ടൈമിൽ നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാനും നമ്മുടെയൊക്കെ മാക്സിമം സ്കോർ ചെയ്യാനും ഒക്കെ സാധിക്കൂ. അപ്പോൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി മോക്ക് ടെസ്റ്റുകൾ എടുക്കുക. അങ്ങനെ ഒരു നമുക്ക് റീസണിങ് ആയാലും മാത്സ് ആയാലും ഒക്കെ കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ പഠിക്കുന്ന ടോപ്പിക്കുകളും അതേപോലെ പഠിച്ച് തീരുന്ന ടോപ്പിക്കുകൾ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് എടുത്ത് വെച്ച് വർക്കൗട്ട് ചെയ്യുക. അങ്ങനെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. പിന്നീട് വേണ്ടത് റിവിഷൻ ആണ്. നമ്മൾ എല്ലാം നമ്മുടെ സിലബസ് കവർ ചെയ്തു, PYQs ഒക്കെ നോക്കുന്നുണ്ട്, അതേപോലെ മോക്ക് ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് റിവിഷൻ ആണ്. നമ്മളിത് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ടൈമിൽ കറക്റ്റായിട്ട് ഓർത്തെടുത്ത് നമുക്കത് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാനൊക്കെ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇത്രയും സ്റ്റെപ്പുകൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ സാധിക്കും. കാരണം അത്രയും സിമ്പിൾ ഒരു എക്സാം ആണ് ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും ഒരു 10ാം ക്ലാസ് ലെവലിൽ വരുന്ന ഒരു എക്സാം ആകുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ മുന്നേറുകയാണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഇതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞു സിലബസ് എന്താണ്, സിലബസിൽ നിന്ന് ഏതൊക്കെ ടോപ്പിക് ഉണ്ട്, ഏതൊക്കെ ടോപ്പിക്കിൽ നിന്ന് എത്ര മാർക്കിന് ക്വസ്റ്റ്യൻ വരും എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് 90 മിനിറ്റ്സിൻ്റെ എക്സാം ആണ്. അതിൽ മാത്തമാറ്റിക്സ്, ജനറൽ സയൻസ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സ്, അങ്ങനെ ടോട്ടൽ 100 മാർക്കിൻ്റെ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ മാത്സിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, അതേപോലെ ജനറൽ സയൻസിൽ നിന്ന് 25 ക്വസ്റ്റ്യൻ, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് 30 ക്വസ്റ്റ്യൻ, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫേഴ്സിൽ നിന്ന് 20 ക്വസ്റ്റ്യൻ. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം മാത്സിനും സയൻസിനും ഒരേ വെയിറ്റേജ് ആണ് 25-25. വെയിറ്റേജ് കൂടുതലുള്ളത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. നമുക്ക് റീസണിങ് ഒക്കെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ് റീസണിങ് എന്ന് പറയുന്നത്. അവിടെ പ്രാക്ടീസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പം റീസണിങ്ങിലെ എല്ലാ ടോപ്പിക്കുകളും നല്ല രീതിയിൽ പഠിച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ആ മാക്സിമം 30 മാർക്കും സ്കോർ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. നമ്മൾ ജനറൽ അവയർനെസ്സിലേക്ക് വരുമ്പോൾ അവിടെ സ്റ്റാറ്റിക് GK ഉണ്ട്, അതേപോലെ ഹിസ്റ്ററി ഉണ്ട്, ജോഗ്രഫി ഉണ്ട്, അതേപോലെ കറണ്ട് അഫേഴ്സ്, എക്കണോമിക്സ് ഉണ്ട്, അങ്ങനെ പൊളിറ്റി ഉണ്ട്. അങ്ങനെ കുറേ അധികം ടോപ്പിക്കുകൾ വരുന്ന ഒരു ഏരിയ ആണ് ജനറൽ അവയർനെസ് ആണ് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് 20 മാർക്കാണ്. അപ്പം നമുക്ക് കറണ്ട് അഫേഴ്സിൽ നിന്ന് ഒരു 7 to 9 ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കും. കാരണം റെയിൽവേ എക്സാംസിൻ്റെ ഒരു പാറ്റേൺ, ഇപ്പോൾ ഈ കഴിഞ്ഞ റെയിൽവേ എക്സാംസിൻ്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ കറണ്ട് അഫേഴ്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ 6-7-8 ക്വസ്റ്റ്യൻസോളം കറണ്ട് അഫേഴ്സിൽ നിന്ന് ഒരു എക്സാമിന് കിട്ടിയവരുണ്ട്. അപ്പം ഒരു 7 to 9 ക്വസ്റ്റ്യൻസ് നമുക്ക് കറണ്ട് അഫേഴ്സിൽ നിന്ന് തന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നീട് വരുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ നിന്ന് ഒരു 3 to 4 മാർക്ക് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഹിസ്റ്ററി തന്നെ ഏൻഷ്യൻ്റ് ഉണ്ട്, മിഡീവിയൽ ഉണ്ട്, അതേപോലെ മോഡേൺ ഹിസ്റ്ററി ഉണ്ട്. പിന്നീട് വരുന്നത് ജോഗ്രഫി. ഇന്ത്യൻ ജോഗ്രഫിയാണ് കൂടുതലും ക്വസ്റ്റ്യൻസിൽ വന്നിട്ടുള്ളത്. അപ്പം അതിൽ കുറച്ച് ഫോക്കസ് എടുത്ത് പഠിക്കുക. പിന്നെ സ്റ്റാറ്റിക് GK റിലേറ്റഡ് കറണ്ട് അഫേഴ്സ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ എക്കണോമിക്സിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ പൊളിറ്റിയിൽ നിന്ന് 1-2 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ടോപ്പിക്കിൽ നിന്നും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിക്കഴിഞ്ഞാൽ എത്ര മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നു എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ മാർക്കിന് വെയിറ്റേജ് കൂടുതലുള്ള ടോപ്പിക്കുകൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ PYQs നിങ്ങൾ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് മാർക്കിൻ്റെ വെയിറ്റേജ് ഒക്കെ നോക്കി അതിനനുസരിച്ച് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. നമ്മുടെ മുന്നിൽ ഒരു 90 ദിവസം ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ആ 90 ദിവസത്തെ നിങ്ങൾക്ക് 3ആയിട്ട് തിരിക്കാം. അതായത് ഫസ്റ്റ് 30 ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ഫൗണ്ടേഷനൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് ബേസ് ഒട്ടും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങുന്ന ഒരാളാണെങ്കിൽ കൂടിയും നിങ്ങൾക്ക് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും സയൻസിൻ്റെയൊക്കെ ബേസ് സെറ്റാക്കാം. പിന്നീട് വരുന്ന 30 ദിവസങ്ങളിൽ നമ്മൾ ഈ പഠിച്ച മാത്സ് റീസണിങ് ഒക്കെ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. PYQ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരുന്ന് നല്ല രീതിയിൽ വർക്കൗട്ടും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിങ്ങളുടെ സ്പീഡ്
കൂട്ടുക. നിങ്ങൾക്ക് ആദ്യമേ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു 10 മിനിറ്റിൽ ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ ആ നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് വരുമ്പോൾ ആ 10 മിനിറ്റ് എന്നുള്ളത് 2 മിനിറ്റ് 3 മിനിറ്റ് ഒക്കെ ആയിട്ട് മാറണം. ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ മാക്സിമം 1 മിനിറ്റിൽ കൂടുതൽ എടുക്കരുത്. കാരണം നമുക്ക് എക്സാം ഹോളിൽ വെറും 90 മിനിറ്റ് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നീടുള്ള ലാസ്റ്റ് 30 ദിവസങ്ങൾ നിങ്ങൾ പ്രാക്ടീസിനായിട്ടും, അതായത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എടുക്കാം. നമുക്ക് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ നമ്മൾ സെക്ഷണൽ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് പോകണം. പിന്നീട് ലാസ്റ്റ് ഒരു സിലബസ് ഒരു 90% 80% കവറായി എന്ന് നമുക്ക് തോന്നി തുടങ്ങുമ്പോൾ നമ്മൾ ഫുൾ മോക്ക് ടെസ്റ്റുകൾ എടുത്ത് തുടങ്ങണം. എങ്കിൽ മാത്രമേ നമ്മുടെ വീക്ക് ഏരിയാസ് ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ നിങ്ങൾ ഓരോ മോക്ക് ടെസ്റ്റുകൾ എടുക്കുമ്പോഴും നിങ്ങളുടെ മാർക്കിൽ വേരിയേഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് മാർക്ക് കൂടുന്നതായിട്ട് മനസ്സിലാക്കാം. ഇപ്പോൾ ഇൻ കേസ് കുറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണ് കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നിങ്ങളുടെ ഒരു ലെവൽ കൂട്ടാനായിട്ട് ഈ മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ മോക്ക് ടെസ്റ്റുകൾ എടുക്കുക, റിവിഷൻ ചെയ്യുക. അങ്ങനെ ഈ 90 ദിവസങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ ഫോക്കസോട് കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നമ്മുടെ ഈ ഗ്രൂപ്പ് ഡിയുടെ റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കും. കാരണം CBT ഫസ്റ്റ് ഒരു ഒറ്റ ടയർ എക്സാം മാത്രമേ ഉള്ളൂ. ഈ എക്സാമിൽ നിങ്ങൾ ക്വാളിഫൈ ആയി കഴിഞ്ഞാൽ പിന്നീട് വരുന്നത് ഫിസിക്കൽ എക്സാം ആണ്, പിന്നീട് മെഡിക്കൽ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ, അങ്ങനെ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ അതിന് ഈസി ആയിട്ട് തന്നെ നടക്കും. അപ്പം നിങ്ങൾ നമ്മുടെ ഈ CBT എക്സാമിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫിസിക്കൽ കൂടി നോക്കേണ്ടതാണ്. അപ്പോൾ ഫിസിക്കലിനൂടി നിങ്ങൾ കുറച്ച് ടൈം കണ്ടെത്തി അതുകൂടി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷനിലുണ്ട് മെയിലിൻ്റെ ഫിസിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണ്, അതേപോലെ ഫീമെയിലിൻ്റെ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ളത്. അപ്പം അതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മൾ ഈ CBT എക്സാമിൻ്റെ കൂടെ തന്നെ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ടൈമിൽ ബുദ്ധിമുട്ടേണ്ടി വരില്ല. അപ്പോൾ നിങ്ങൾ ഈ 90 ദിവസം ഈ പറഞ്ഞതുപോലെ ഫസ്റ്റ് 30 ദിവസങ്ങൾ ഫൗണ്ടേഷനും ബേസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് സിലബസ് ഒക്കെ ഒന്ന് ഏകദേശം ഒരു ഐഡിയ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പ്രാക്ടീസിലൂടെയും അതേപോലെ മോക്ക് ടെസ്റ്റുകൾ എടുത്തും റിവിഷൻ ചെയ്തും നിങ്ങളുടെ ലെവൽ കൂട്ടാൻ സാധിക്കും. നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഗ്രൂപ്പ് ഡി എന്നൊരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു PYQs നോക്കണം. നമ്മുടെ YCT പബ്ലിക്കേഷൻസിൻ്റെ ബുക്കുകൾ, എല്ലാ ടോപ്പിക്കിനും ബുക്കുകളുണ്ട്. അതേപോലെ മാത്സ്, റീസണിങ്, ജനറൽ സയൻസ്, GK, അങ്ങനെ എല്ലാത്തിനും അവരുടെ ടെക്സ്റ്റുകൾ 2024 വരെയുള്ള എല്ലാ എക്സാമുകളുടെയും PYQs അടങ്ങിയ ബുക്സ് ആണത്. റെയിൽവേ എക്സാംസിന് മാത്രമായിട്ടുള്ള ബുക്സ് ആണത്. അപ്പോൾ ആ ബുക്സ് റെഫർ ചെയ്യുന്നത് കൂടുതൽ നല്ലതായിരിക്കും. കാരണം ഓരോ ടോപ്പിക്കിൻ്റെയും സെപ്പറേറ്റ് ഇപ്പോൾ ഒരു എല്ലാ എക്സാമിനും NTPC ആയാലും NTPC, ഗ്രൂപ്പ് ഡി, JEE, ALP, ടെക്നീഷ്യൻ, അങ്ങനെ എല്ലാ റെയിൽവേ എക്സാംസിനും ചോദിച്ച ക്വസ്റ്റ്യൻസ് ഈ ബുക്സിലുണ്ട്. അപ്പോൾ ഈ ബുക്സ് നിങ്ങൾ റെഫർ ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് PYQs ഒക്കെ ഒരുപാട് നമുക്ക് ഹെൽപ്ഫുൾ ആവും. അപ്പം ഈ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ വാങ്ങിച്ച് പഠിക്കുക, അല്ലെങ്കിൽ PDF അവൈലബിൾ ആണെങ്കിൽ നമുക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം അങ്ങനെയൊക്കെ പഠിക്കുക. അതേപോലെ പിനാക്കിളിൻ്റെ ബുക്കുണ്ട്, അങ്ങനെ ലൂസൻറ്റിൻ്റെ GKയുടെ ബുക്കുണ്ട്, സയൻസിൻ്റെ ബുക്കുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ബേസ് സെറ്റാക്കാനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് കിട്ടാവുന്ന സോഴ്സസ് ഒക്കെ യൂസ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഗ്രൂപ്പ് ഡി പഠിച്ച് ഈ വർഷം തന്നെ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് എല്ലാവരും ശ്രമിക്കണം. അതേപോലെ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു കാര്യം, നമ്മൾ ഈ 90 ദിവസത്തെ കാര്യം പറഞ്ഞു. ഇപ്പോൾ ഇന്ന് പഠിച്ചു, നാളെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പഠിച്ചത് കൊണ്ട് നമുക്ക് ഒരു യൂസ് ഇല്ലാതാവും. കാരണം കൺസിസ്റ്റൻസിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ട മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അപ്പം എല്ലാവരും ഈ കൺസിസ്റ്റൻ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ തുടർച്ചയായി ഈ പഠിക്കാൻ ശ്രമിക്കണം. നമുക്ക് ഗ്രൂപ്പ് ഡി വേണം, നമുക്ക് ഗ്രൂപ്പ് ഡി ക്രാക്ക് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. എങ്കിൽ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സമയമുണ്ട്, 90 ദിവസം ഉണ്ടല്ലോ, അല്ലെങ്കിൽ 90 ദിവസത്തിൽ കൂടുതൽ കിട്ടുമല്ലോ എന്നൊക്കെ വിചാരിച്ച് നാളെ ആകട്ടെ എന്ന് കരുതി മാറ്റി വെക്കരുത്. ഇപ്പോൾ തന്നെ അത് പഠിച്ചു തുടങ്ങണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ലക്ഷ്യത്തേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഗ്രൂപ്പ് ഡി എക്സാമിനൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് ലക്ഷക്കണക്കിന് സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ അവരോട് കൂടി മത്സരിച്ച് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ എത്തപ്പെടണമെന്ന് ഉണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ എഫേർട്ട് ഇട്ട് പഠിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ടിരുന്ന് പഠിക്കുക, വർക്ക് ചെയ്യുക. നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയിൽ ഗ്രൂപ്പ് ഡിക്കായിട്ടും അതേപോലെ റെയിൽവേ SSC കോഴ്സുകൾക്കൊക്കെ ആയിട്ട് നമ്മൾ ഓഫ്ലൈൻ ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് നേരിട്ട് വന്ന് പഠിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ അടൂരാണ് ലൊക്കേഷൻ വരുന്നത്. നമുക്ക് കേരളത്തിലെ തന്നെ മികച്ച അധ്യാപകരുടെ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സുകളുമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുമായിട്ട് റിലേറ്റ് ചെയ്തൊക്കെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ദ ബെസ്റ്റ്.